ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ ദിവ്യ സന്ദേശം നിങ്ങൾക്കായിട്ട് ഉള്ളത് എന്താണെന്ന് നോക്കാനാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതെന്ത് സന്ദേശമാണ് നോക്കാം നമുക്ക്. ഇനി ഒരിക്കലും നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഹീലിങ്ങിന് വേണ്ടി എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതായത് പുതിയ രീതിയിൽ വസ്ത്രം ധരിക്കാൻ തോന്നുക, നല്ല രീതിയിൽ ഒരുങ്ങാൻ തോന്നുക, എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് നിങ്ങൾ ചിലപ്പോൾ യാത്ര പോകുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്ന, ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴോ എന്താണോ നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്ന രീതിയിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുക അത് നിങ്ങൾ ചെയ്യുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഹൃദയം തുറന്ന് സന്തോഷിക്കുവാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഞാൻ പറയുമ്പോൾ അതായത് ക്ലെയിം ചെയ്യുന്നുണ്ട്, ഈ ഒരു റീഡിംഗ് നിങ്ങൾ ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയണം, ഞാൻ എൻ്റെ ആ ഒരു സന്തോഷം സ്വീകരിക്കാൻ 100% റെഡിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ പറയും. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് ഒട്ടും തന്നെ റെഡിയല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 100% റെഡിയായിട്ടിരിക്കുക ആ വരാൻ പോകുന്ന സന്തോഷത്തെ സ്വീകരിക്കാൻ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണുണ്ടല്ലോ തറയിൽ വീണ് പൊട്ടിപ്പോയ ഡിസ്പ്ലേ. അപ്പോൾ കൊണ്ട് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു ഇനി അത് ഡിസ്പ്ലേ ഒട്ടിച്ചിട്ട് കാര്യമില്ല എന്നും. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു പുതിയ ഫോൺ വാങ്ങി. അപ്പോൾ അതിലാണിപ്പോൾ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പോലും സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. EMI ആണെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ മുമ്പ് യൂസ് ചെയ്യുന്ന ഫോണ് 7000 രൂപയുടെ ഫോണാണ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 15000 രൂപയുടെ ഫോണാണ് വാങ്ങിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ ഇനി പൈസ റെഡിയാക്കി മൈക്ക് എല്ലാം വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ പുറത്തുള്ള ആ ഒരു വണ്ടി പോകുന്ന സൗണ്ട്, കിളികളുടെ സൗണ്ട് അതൊന്നും നിങ്ങൾക്ക് കേൾക്കത്തില്ല. അപ്പോൾ പടിപടിയായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് സാധിക്കുന്നത്. താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു എനർജി ബ്ലോക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളതിനെ അൺബ്ലോക്ക് ചെയ്യുവാനാണ് ഈശ്വരൻ പറയുന്നത്. നിങ്ങൾ കൂടുതലും ഹാർട്ട് ചക്രയിൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹാർട്ട് ചക്രയുടെ മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീൻ നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ടും ധരിക്കാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് ഗാർഡനുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഗ്രീനറിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതായത് മരത്തിൻ്റെ താഴെയൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നേച്ചറുമായിട്ട് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾ പോസിറ്റിവിറ്റിയിൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരും അത്രത്തോളം നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫ് വിട്ട് പോകും. അത്രത്തോളം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാവുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ റിസീവിങ് മോഡിലാണ് ഉള്ളത്, എനിക്ക് വരാൻ പോകുന്ന എല്ലാ സന്തോഷത്തെയും സ്വീകരിക്കാൻ റെഡിയാണ്. പക്ഷേ അങ്ങനൊരു മോഡിലല്ല നിങ്ങൾ ഉള്ളത് എന്നാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളോട്. നിങ്ങളിപ്പോഴും ഒരു സോണിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണില്ലേ, ആ സോണിൽ നിന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഡൗട്ടാണ്, ഈ ഒരു കംഫർട്ട് സോണിൽ പുറത്ത് എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, എൻ്റെ ലൈഫ് മാറുമോ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഭയമാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന ആ സന്തോഷത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥിതി വരുന്നു, നിങ്ങളെ തിരികെ ബാക്കിലോട്ട് വലിക്കുന്നു ആ സ്ഥിതി. നമ്മുടെ ഭാഗ്യം നമുക്ക് എല്ലാ പ്രാവശ്യവും അവസരം തരണമെന്നില്ല. അപ്പോൾ കിട്ടിയ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. നിങ്ങളുടെ ആ ഒരു കിട്ടുന്ന അവസരത്തിനെ നോക്കാതെ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴുള്ള ആ ഒരു സന്തോഷം ദൈവം എടുത്ത് കളയുമോ എന്നുള്ള പേടിയിലാണ് നിങ്ങൾ. വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തെ നിങ്ങൾ നോക്കുക. ദൈവം എപ്പോഴും സന്തോഷവും അവസരവും നമുക്ക് തരത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഉള്ളത് അവിടെ ഉറപ്പായിട്ടും അവിടെ കാണും, പോകത്തില്ല. അത് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. പക്ഷെ വരാൻ പോകുന്ന സന്തോഷത്തെ അവസരത്തെ നമ്മൾ സ്വീകരിക്കുക.
ഒരു പ്രാവശ്യം ഭാഗ്യം നിങ്ങൾക്ക് ഒരു അവസരം തരും. അത് നിങ്ങൾ കണ്ടില്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടെ തരും. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് എന്താണോ തരാൻ ആഗ്രഹിക്കുന്ന അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഇരിക്കുക. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡെസ്റ്റിനി നിങ്ങളെ റെഡിയാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുക, നെഗറ്റീവായിട്ട് ഇരിക്കരുത്. പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളെപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ എല്ലാ രീതിയിലും ഉള്ള ആ ഒരു സന്തോഷത്തെ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വാല്യൂ കൊടുക്കുക. നിങ്ങളൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പക്ഷിയാണ്. നിങ്ങൾക്ക് ഫ്രീഡം അത്രമാത്രം ആഗ്രഹമുള്ള കാര്യമാണ്. സ്വതന്ത്രമായിട്ട് എല്ലായിടവും പോകണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ആർക്കും ഒരു കൂട്ടിലിട്ട് അടയ്ക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ സ്വതന്ത്രമായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നിങ്ങൾ എന്ത് കാര്യമാകട്ടെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് നല്ല ബെസ്റ്റായിട്ടായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ഗൈഡൻസോ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലോപ്പ് ആവുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനവും എല്ലാം ഉണ്ട്. കാരണം നിങ്ങൾക്ക് എപ്പോഴും മറ്റൊരാളുടെ ആ ഒരു ഗൈഡൻസ് മുഖേന നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് കുറച്ചൊന്ന് റിസീവ് മോഡിലിരിക്കാനാണ്. ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കി വെക്കാൻ ശ്രമിക്കുക. ഹാർട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഗ്രീൻ കളർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഗ്രീൻ കളറിലുള്ള വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ നോക്കും നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിൽ കറങ്ങാൻ തോന്നും. അതായത് മരത്തിൻ്റെയും ചെടികളുടെയും ഇടയിൽ ഇരിക്കാൻ തോന്നും. അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലോ ഫോണിൽ ഗാർഡൻ്റെ ആ ഒരു ഇമേജ് കൂടുതലായിട്ട് ഗ്രീനറി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നിങ്ങളുടെ ആ ഒരു എനർജിയെ നേരെയാക്കാൻ ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ലൈഫിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിയറായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 666 അല്ലെങ്കിൽ 333 ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ടാകാം ഫോണിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ. ചില ആൾക്കാർക്ക് 369 ആയിരിക്കാം കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഒരു മേജർ ചേഞ്ചിലേക്ക് നിങ്ങളുടെ ജേണി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാകും. അതിനുവേണ്ടി ദൈവം നിങ്ങളെ റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സ്വയം നിങ്ങളെ തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം റീഡിങ്ങിൽ എന്താണോ വീണ്ടും വരുന്നത് അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവമേ റീഡിങ്ങിൽ വീണ്ടും ഈ ഒരു മെസ്സേജ് വന്നാണ്, ഞാൻ പക്ഷേ അത് ഇഗ്നോർ ചെയ്തു എന്ന്. അങ്ങനെ നിങ്ങൾക്കൊരിക്കലും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത്. എന്താണോ റീഡിങ്ങിൽ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. നമ്മളെപ്പോഴും സന്തോഷത്തെ സ്വീകരിക്കുന്ന മോഡിലിരുന്നാൽ മാത്രമേ അത് സ്റ്റെബിലിറ്റിയോടുകൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഒരു ബൗണ്ടറി സെറ്റാക്കി അതിൻ്റെ അകത്ത് അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് ഒരു സീമ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ. ആ സീമ ക്രോസ് ചെയ്യാതെ അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോസിബിളായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാം നിങ്ങൾക്ക് പോസിബിളാണ്. നിങ്ങൾ നിങ്ങളുടെ സാഹസത്തിനെയും ആ ഒരു കോൺഫിഡൻസിനെയും കെട്ടിവച്ചൊക്കെയാണ്. അത് കാരണമാണ് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു പേടിയും ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നതിന് മെയിൻ റീസൺ അതാണ്. നിങ്ങൾക്ക് ഒരു മജീഷ്യൻ്റെ ആ ഒരു പവറുണ്ട്. ഒരു മജീഷ്യൻ എപ്പോഴും തന്നെ നല്ല ഒരു സാഹസികരായിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അല്ലാതെ കോൺഫിഡൻസ് ഇല്ലാതെ സാഹസികത ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പോസിബിളായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശക്തി എന്താണെന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി മെയിനായിട്ട് നോക്കേണ്ടത് ഹാർട്ട് ചക്രയ്ക്കാണ്. ഹാർട്ട് ചക്രയ്ക്ക് നിങ്ങൾ കൂടുതലായിട്ട് എനർജി കൊടുക്കുക. ഹാർട്ട് ചക്രയ്ക്ക് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, ഹീലിംഗ് കൊടുക്കുക ഹാർട്ട് ചക്രയ്ക്ക്. ഇവിടെ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ എന്താണോ സംഭവിച്ചത് അത് കാരണമാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാത്തിനോടെയും ഒരു സംശയഭാവം വന്നിരിക്കുന്നത്. ട്രസ്റ്റ് ഇഷ്യൂ വന്നിരിക്കുന്നത് അതിന് കാരണം ഈ പാസ്റ്റിലെ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതിന് ഒരു ട്രസ്റ്റ് ഇഷ്യൂ. ആ സന്തോഷം ലഭിക്കുമോ അതോ ഇല്ലയോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ.
ഇല്ല എങ്കിൽ എൻ്റെ ആഗ്രഹം പൂർത്തിയാകുമോ അതോ ഇല്ലയോ എന്ന ഒരു കൺഫ്യൂഷൻ, ഇല്ല എങ്കിൽ ആ ഒരു സന്തോഷം ദൈവം എന്നിൽ നിന്ന് എടുക്കുമോ പെട്ടെന്ന്. അങ്ങനെ 100 രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ചതിയാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആരിലും ഒരു പൂർണ്ണമായിട്ടുള്ള ട്രസ്റ്റ് വയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോകുന്നത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവാതെ ഇരിക്കുന്നത്. ഇനി ആരെങ്കിലും കണ്ണ് എൻ്റെ സന്തോഷത്തിൽ വീണു പോയാൽ എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനൊരു പേടി നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേടിയെല്ലാം നിങ്ങൾ ആദ്യം എടുത്ത് മാറ്റുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു സീമയാണ് നിങ്ങൾ ആദ്യം പൊട്ടിച്ച് കളയേണ്ടത്. ആദ്യം നിങ്ങളുടെ ആ ഒരു പേടിയും ഈ ഒരു സീമയും നിങ്ങൾ പൊട്ടിച്ച് കളയുക. അത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ളവരായി മാറുക. ഇവിടെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അത് തെറ്റായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ സാഹസികരല്ല, നിങ്ങളൊരു ബൗണ്ടറിക്കുള്ളിൽ മാത്രം പറ്റുന്ന ആൾക്കാരാണ്, അതിന് പുറത്ത് നിങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു പേടി കൊണ്ട് നിങ്ങൾ തന്നെ ഒരു ലോകം സൃഷ്ടിച്ച് വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കുന്നു. അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ആ ഒരു ബൗണ്ടറീസിനെ എല്ലാം പൊട്ടിച്ച് കളഞ്ഞ് നിങ്ങൾ വരാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ആദ്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇവിടെ നിങ്ങളുടെയും ഡിവൈൻ്റെയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡിവൈനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡിവൈൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ തരുന്നതാണ്. അതായത് ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കും പോലെ ആ വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ആൻസർ തരുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഡിവൈനും നിങ്ങളും തമ്മിലുള്ള ആ കണക്ഷൻ. നമ്മൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വ്യക്തിയോട് നമ്മൾ ഉള്ളിലുള്ള എല്ലാ കാര്യവും തുറന്നു പറയും. അതേപോലെയാണ് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഡിവൈനോട് നിങ്ങൾ എല്ലാ കാര്യവും തുറന്നു പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഡിവൈനുമായിട്ട് അത്രമാത്രം കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ മനുഷ്യനായിട്ട് ജന്മം എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു എനർജി ഒരു കോസ്മിക് പവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അതാണ് യൂണിവേഴ്സ്. നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് 60% ഊർജ്ജവും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ബാക്കി 40% ഈ ലോകത്തിലുള്ള മനുഷ്യരുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ലോകത്തിലുള്ള ആൾക്കാരുമായിട്ടൊരു എന്താ പറയുക ഒരു സംസാരം നിങ്ങൾ വളരെ കുറച്ച് മാത്രം നടത്തുന്നത്, മറിച്ച് ദൈവത്തിനുമായിട്ട് യൂണിവേഴ്സുമായിട്ട് കൂടുതലായിട്ട് കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊരു സംബന്ധം വയ്ക്കുന്ന കാര്യം കുറച്ച് പാടുള്ള, പക്ഷെ മറിച്ച് ദൈവങ്ങളുമായിട്ടൊരു സംബന്ധം വയ്ക്കുക അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് ദൈവവുമായിട്ട് സംസാരിക്കുക, എത്ര നേരം വേണോ ദൈവത്തുമായിട്ട് സംസാരിക്കുക. പക്ഷെ അതേപോലെ മനുഷ്യരുമായിട്ട് കുറേ നേരം സംസാരിക്കുന്ന കാര്യം അത് നല്ല രീതിയിൽ ബന്ധം വച്ച് പോവുക, എല്ലാ ദിവസവും വിളിക്കുക, അവരും സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് പാടുള്ള കാര്യം. പക്ഷേ മറിച്ച് അത് ദൈവവുമായിട്ടാണ് അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഈ ഒറ്റ റീസൺ കൊണ്ടാണ് പല ആൾക്കാർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ, നിങ്ങളുടെ വാക്കുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ, നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. പക്ഷേ ഈശോനെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് ഇടപെടാൻ താല്പര്യമില്ലാതെ എപ്പോഴും നിങ്ങൾ ഐസൊലേഷനിൽ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു 100%-ൽ 60% നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ദൈവം നിങ്ങളെ ഇങ്ങനെയുള്ള സ്ട്രോങ് പേഴ്സണാലിറ്റിയുള്ള നിങ്ങളെ ഒരു സാധാരണ പേഴ്സണാലിറ്റി ആക്കിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വച്ചേക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സാഹചര്യം വന്നാലും ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. മറ്റുള്ളവർ അപ്പോൾ അത്ഭുതപ്പെടുന്നു, ദൈവമേ ഇവർക്ക് എങ്ങനെ അത് സാധിച്ചു എന്ന്. കാരണം നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാധാരണ വ്യക്തിയായിട്ട് നിങ്ങൾ തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെയല്ല, നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ചില സമയം നിങ്ങൾക്ക് തോന്നും നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് തന്നെ സ്വയം അറിയത്തില്ല നിങ്ങൾ എന്ത് തരത്തിലുള്ള ഊർജ്ജമാണ് എന്ന്. പക്ഷേ സിറ്റുവേഷൻസ് മോശം ക്രിയേറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുമെന്ന്. കാരണം നമ്മുടെ ലൈഫിൽ ഓരോ മോശം സിറ്റുവേഷനാണ് നമ്മുടെ ആ ഒരു ഊർജ്ജത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
നിങ്ങൾ നിങ്ങളെ തന്നെ എത്ര തന്നെ ഒരു സീമയിൽ ബന്ധിപ്പിക്കാൻ നോക്കിയാലും ഒരു സമയം ലൈഫിൽ വരും, അതെല്ലാം പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്ത് വരേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒരു സമയം നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഊർജ്ജം എന്ന് പറയുന്നത് വിനാശം വിതയ്ക്കുന്ന ഊർജ്ജമാണ്. പക്ഷെ നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത് പുതിയത് നിർമ്മിക്കുന്ന ഊർജ്ജമാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരദാനത്തിന് തുല്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുന്നു. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ കാര്യങ്ങളെ മോശമാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ബന്ധം തകർക്കാനല്ല നോക്കുന്നത്, മറിച്ച് ബന്ധങ്ങൾ എങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാം അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങൾ ലോയലായിട്ടുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ ഹൃദയവും മനസ്സും വളരെ പവിത്രമാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും, ഈ വ്യക്തി ലോയലാണ്, ഈ വ്യക്തിയോട് എന്തും തുറന്ന് പറയാം നമുക്ക് എന്ന്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും. നിങ്ങൾ അത്രമാത്രം ഓണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അല്ലാതെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ ഒരിക്കലും ആ ഒരു സമയം നിങ്ങൾ വാട്ടർ അഫർമേഷൻസ്, മിറർ അഫർമേഷൻസ് ഇത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വർക്കാവും നിങ്ങൾക്ക്. മിറർ അഫർമേഷൻസാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വർക്കാവുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ. ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു വീട് വാങ്ങിക്കണം. അപ്പോൾ മിററിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുക, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചും നല്ലൊരു വീട് എനിക്ക് ലഭിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പറയുക. നിങ്ങളുടെ ആഗ്രഹം എന്തായിക്കൊള്ളട്ടെ, എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ അഫർമേഷൻസ് പറയുക. പിന്നെ നിങ്ങളുടെ ആ ഒരു പവർ എന്താണോ അതിൽ വിശ്വസിക്കുക ആദ്യം. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ വിശ്വസിക്കാനാണ് ഈശ്വരൻ പറയുന്നത് നിങ്ങളോട്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളുടെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നു. അതായത് നിങ്ങൾ മുന്നോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ ഈ ലോകം തന്നെ പിടിച്ച് കെട്ടി വെച്ചേക്കായിരുന്നു. പക്ഷെ അതെല്ലാം പൊട്ടിച്ച് നിങ്ങൾ പുറത്ത് വന്നില്ലേ, പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കണം? നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന രീതിയിൽ ഉയരാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ ആ ഒരു ശക്തി ഇപ്പോൾ ക്ഷയിച്ചിരിക്കുകയാണ്. കാരണം ആരൊക്കെയാണോ നിങ്ങളെ എല്ലായിടത്തും തടസ്സം ചെയ്യാൻ ശ്രമിച്ചത് അവരുടെ ആ ഒരു ശക്തി ഇപ്പോൾ ക്ഷയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോസിറ്റിവിറ്റിയുടെ സമയമാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയുള്ള ആൾക്കാർ വിചാരിച്ചത് നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ പാടില്ല, അങ്ങനെയാണ് അവർ വിചാരിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ അവരുടെ ലൈഫിൽ തന്നെ ബിസിയായിട്ടിരിക്കുകയാണ്. അതുമല്ല മോശം സാഹചര്യങ്ങളിൽ കൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഈ ഒരു സമയം നിങ്ങളെ ആർക്കും തന്നെ തകർക്കാൻ സാധിക്കത്തില്ല, ആർക്കും തന്നെ നിങ്ങളെ തടയാനും സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ എന്തിന് നിങ്ങൾ മുന്നോട്ട് കാൽ വയ്ക്കുന്നത് പേടിക്കണം? മുന്നോട്ട് കാൽ വെച്ച് പോകുക. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾ സ്വയം നിങ്ങളെ ഒരിക്കലും തടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു വിജയസ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വാല്യൂ കൊടുത്താൽ നിങ്ങളുടെ കൂടെ ഒന്നും തന്നെ മോശം സംഭവിക്കത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ബൗണ്ടറി സെറ്റാക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് ആരും നിങ്ങളുടെ ജീവിതത്തിൽ കയറി നിങ്ങളെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബൗണ്ടറി സെറ്റാക്കുക. അല്ല നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ ബൗണ്ടറി സെറ്റാക്കരുത്. നിങ്ങൾ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രഭാവം കൂടുതലായിട്ടും നിങ്ങളുടെ ആ ഒരു സംസാരത്തിലായിരിക്കും ആദ്യം ഉണ്ടാവുന്നത്. അതായത് ട്രസ്റ്റ് ഇഷ്യൂ മാറും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും നിങ്ങളുടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് താമരപ്പൂവ്, ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, ആന, ലക്ഷ്മി ദേവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ കുബേര ഭഗവാന്റെ ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളിട്ട് കാണാൻ സാധിക്കും. യൂണിക്കോണിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ യൂണിക്കോണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്നതാണ്. നിങ്ങൾ എന്ത് രീതിയിലാണോ ചിന്തിച്ച് അതിനപ്പുറം നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് മാറുന്നതാണ്. അതാണ് യൂണിക്കോണിനെ നിങ്ങൾ കാണുമ്പോൾ ഉദ്ദേശിക്കേണ്ടത്. ദൈവം നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള ഒത്തിരി ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉപയോഗം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതിങ്ങനെ ഹിഡനായിട്ട് വയ്ക്കാൻ വേണ്ടിയുള്ളതല്ല, അത് ഉപയോഗിക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കിയത് നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾക്ക് തന്നെ ചില സമയം ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ ദൈവമേ വ്യൂസ് ഇത്രയും മില്യൺ ആൾക്കാർ കണ്ടോ ഈ വീഡിയോ എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ?
അപ്പോൾ ഇതേപോലെ എനിക്കും ചെയ്യാൻ സാധിക്കുമല്ലോ, എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ, അങ്ങനെ തോന്നൽ നിങ്ങളുടെ ഉള്ളിലും വരും. വീഡിയോയിൽ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് കണക്റ്റ് ആക്കാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഉള്ളിൽ ഇത്രയും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആ വീഡിയോയുമായിട്ട് കണക്റ്റ് ആവാൻ സാധിച്ചത്. ഇവിടെ അങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ഒത്തിരി സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ അത് ആരും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതായിരിക്കത്തില്ല. ജനിച്ചപ്പോഴേ നിങ്ങൾക്കുണ്ടായ കഴിവായിരിക്കും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. പക്ഷെ മനസ്സിലാക്കിയാലും ചില ആൾക്കാർ അത് ഉപയോഗിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കഴിവ് എന്താണോ അത് തിരിച്ചറിഞ്ഞ് അത് കറക്റ്റായിട്ട് വിനിയോഗിക്കാനാണ്. ഇവിടെ ഒരു വ്യക്തി പ്രാരംഭത്തിൽ എത്തിയില്ല എങ്കിൽ പ്രാരംഭം ആ വ്യക്തിയുടെ അടുത്ത് എത്തുന്നതാണ്. അതായത് പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ പരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പ്രകൃതി നമ്മളെ കൊണ്ട് പരിവർത്തനം ചെയ്യിപ്പിക്കും. അതായത് പ്രകൃതി നിങ്ങളോട് പറയണം നിങ്ങളുടെ ബൗണ്ടറീസ് പൊട്ടിച്ച് കളഞ്ഞ് നിങ്ങൾ പുറത്ത് വരൂ എന്ന്. എന്നിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ പ്രകൃതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ബൗണ്ടറി പൊട്ടിച്ച് പുറത്ത് വരേണ്ട ആ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് എന്താണോ പ്രകൃതി ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരിക. നിങ്ങളുടെ സോൾമേറ്റിൻ്റെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെ ഞാൻ മുന്നേ അറിയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാകും. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർ കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ട്രെയിൻ ആവുന്നു, ലോ എനർജിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് ഒരു കളർ മാത്രം കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ കളറിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കളറിൻ്റെ പ്രത്യേകത എന്താണ് എന്ന്. അതായത് ഈ കളർ ഏത് ചക്ര റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, ആ ചക്രാസിനെ ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.